കണ്ണൂർ എളയാവൂർ സൗത്തിൽ ദേശീയപാത നിർമ്മാണം നടക്കുന്ന സ്ഥലം അപകട ഭീഷണിയിൽ. വീടുകൾക്കടക്കം ഭീഷണിയാകുന്ന തരത്തിൽ ഇവിടെ മണ്ണിടിഞ്ഞു. 20 അടിയോളം താഴ്ചയിൽ മണ്ണെടുത്താണ് ദേശീയപാത നിർമ്മാണം നടക്കുന്നത്. വീടുകൾക്ക് ഭീഷണിയായതിനെ തുടർന്ന് 2 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ഈ കാഴ്ച ഞെട്ടിക്കുന്നതാണ്. ദേശീയപാത നിർമ്മാണം നടക്കുന്ന എളയാവൂർ സൗത്തിലാണ് ഈ ഭയാനക കാഴ്ച. നിർമ്മാണം നടക്കുന്ന റോഡിന്റെ 2 ഭാഗത്തു നിന്നും 20 അടിയോളം താഴ്ചയിൽ മണ്ണിടിഞ്ഞു വീണു. നിരവധി വീടുകൾ ഭീഷണിയിലാണ്. നിവേദ്യത്തിൽ ധനഞ്ജയൻ, പുത്തനത്ത് വീട്ടിൽ SP രമേശൻ എന്നിവരുടെ വീടുകളിൽ ഉള്ളവരെ മാറ്റിപ്പാർപ്പിച്ചു. ഈ 2 വീടുകളും മണ്ണിടിഞ്ഞതിന്റെ തൊട്ടടുത്താണ്. ഞായറാഴ്ച ഗൃഹപ്രവേശനം നടക്കേണ്ട N വിമൽ നമ്പ്യാരുടെ വീടിന്റെ ഗേറ്റ് ഏതു സമയവും നിലംപൊത്തുമെന്ന അവസ്ഥയിലാണ്. വീട്ടിലേക്ക് വഴിയില്ലാതായ അവസ്ഥയിലാണ് ഇവർ. വലിയ പ്രയാസമാണ് എല്ലാവരും അനുഭവിക്കുന്നതെന്ന് പ്രദേശവാസി പറഞ്ഞു. 5:30-6 മണിക്ക് ഒരു ശബ്ദം കേട്ട് വന്ന് നോക്കുമ്പോൾ ഗാരേജിൻ്റെ അവിടെ ഇടിഞ്ഞ് വീണിട്ടില്ല. ഇത് 3 പ്രാവശ്യമായി ഇങ്ങനെ ഒച്ചയും വീറും കിട്ടും. നമ്മളെ വീട്ടിനും എല്ലാം വീടിനും കുലുങ്ങിയേരാൻ നമ്മൾ എണീച്ച് പഞ്ഞുവിട്ടിന്. അന്നേരം ഇവിടെ വന്ന് നോക്കിയാൽ നമ്മൾ അന്നേരമാണ് ഈ ഭാഗം തേച്ച് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണത്. എന്നാലും ചുമരിന് ചെറിയ ക്രാക്കെല്ലാം ഉണ്ട്. കട്ട വീടാണ് നമ്മളത്, പഴയ വീടാണ്. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടുന്ന് പൊട്ടി വീണത്. ഇങ്ങനെ ഈ വിഷമം തന്നെ, എല്ലാ വീട്ടുകാർക്കും വിഷമം തന്നെ, എല്ലാവർക്കും ഭയമാണ്, പേടിയുണ്ട്. 2 ദിവസം മുമ്പത്തെ മഴയിൽ തന്നെ ഇവിടെ ഇടിയാൻ തുടങ്ങിയിരുന്നു. മണ്ണിടിഞ്ഞതിന്റെ തൊട്ടടുത്ത് വാഹന ഗ്യാരേജിന്റെ ഓഫീസും ഉണ്ട്. ഈ ഓഫീസും ഭീഷണി നേരിടുകയാണ്. ഹൈടെൻഷൻ ഇലക്ട്രിക് പോസ്റ്റുകളും നിലംപൊത്തി. സ്റ്റേ വയർ തകർന്നതാണ് ഇലക്ട്രിക് പോസ്റ്റുകളെ ബാധിച്ചത്. ഇത് മാറ്റിസ്ഥാപിക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചു. പ്രദേശത്തെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും റവന്യൂ അധികൃതർ പറഞ്ഞു. എളയാവൂരിലെ സൗത്തിലെ നിരവധി കുടുംബങ്ങൾ നെഞ്ചിടിപ്പോടെയാണ് ഇവിടെ കഴിയുന്നത്. ഏത് നിമിഷവും ഇവിടെ വൻതോതിൽ മണ്ണിടിച്ചിലിനുള്ള സാധ്യതയുണ്ട്. 20 മീറ്ററിലധികം ആഴത്തിലാണ് ഇവിടെ ദേശീയപാതയ്ക്കായി മണ്ണെടുത്തിട്ടുള്ളത്. ഇത് വലിയ അപകട ഭീഷണിയാണ് ഈ പ്രദേശത്താകെ ഉയർത്തുന്നതും. അധികൃതർ ഇത് കണ്ടില്ലെന്ന് നടിക്കരുത്. എളയാവൂർ സൗത്തിൽ നിന്നും ക്യാമറമാൻമാരായ പ്രിയേഷ് അഴീക്കോടിനും നവീനുമൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.